നമ്മളിന്ന് വരകളിലൂടെ കണക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനമൊക്കെ വരുമ്പോൾ അതൊന്ന് രസകരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ വരകളിലൂടെ ഈ മൾട്ടിപ്ലിക്കേഷൻ തരുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. 22നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ 22 ഇവിടെ നമ്മൾ 2 വര വരക്കും. 1 2 ഓക്കെ ആണല്ലോ. ഈ 2ആണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. വീണ്ടും ഒരു 2 അതിന് നമ്മൾ വീണ്ടും ഒരു 2 ഒരു അല്പം കൂടെ അകത്തി നമ്മൾ വീണ്ടും ഒരു 2 വര വരക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇവിടെ 1 ഒന്നിന് നമ്മൾ ഇങ്ങനെ ചരിച്ച് ഒരു വര വരക്കും. വീണ്ടും ഒരൊന്നുണ്ടല്ലോ, അതൊരല്പം അകത്തി നമ്മളിങ്ങനെ വരക്കും. അത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കണ്ടേ, ഇവിടെ ഒരു പോയിൻ്റ് കൂട്ടിമുട്ടുന്ന പോയിൻ്റുകളാണ്. 1 2 പോയിൻ്റില്ലേ, അപ്പോൾ നമുക്കിവിടെ 2 എന്ന് എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു പോയിൻ്റില്ലേ, ഇവിടെ ഒരു പോയിൻ്റില്ലേ, ഇവിടെ ഇതും കൂട്ടണം ഇതും കൂട്ടണം കേട്ടോ. അപ്പോൾ ഇവിടെ 1 2 ഇവിടെ 3 ഇവിടെ 4 4 അപ്പോൾ ഇത് 4 എഴുതാം. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ 1 ഇവിടെ 2 എത്രയാണ് 2. അതായത് 22നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 242 കിട്ടും. നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി 12 × 21 നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു വര നമ്മൾ വരച്ചു, ചരിച്ച് വരക്കുന്നു. പിന്നെ 2 വര ഒരല്പം അകത്തിയിട്ട് നമ്മൾ ഈ 2 വര ചേർത്ത് വരക്കുന്നു. അത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ 2 കണ്ടോ, അത് നമ്മൾ ഇങ്ങനെ ചരിച്ച് ഓക്കെ, ഇങ്ങനെ നമ്മൾ ചരിച്ച് വരക്കുന്നു. ഇവിടെയും നമ്മളിങ്ങനെ ചരിച്ച് വരക്കുന്നു. ഓക്കെ, 2 വര അടുപ്പിച്ച് വരച്ചു. പിന്നീട് ഒരു വരയില്ലേ, ആ ഒരു വര നമ്മൾ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ ഒരു പോയിൻ്റ് 1 1 2 അപ്പോൾ നമ്മൾ 2 എഴുതി. ഇവിടെ ഇതും കൂടെ ഇതെല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 1 ഇവിടെ 2 3 4 5 5 ഇവിടെ എഴുതണം. ഇവിടെ നോക്കുക, ഇവിടെ 1 ഇവിടെ 2 എഴുതുക. എത്ര കിട്ടി നമ്മുടെ ആൻസർ? 252. നിങ്ങൾക്ക് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനി അടുത്ത ഒരു ക്വസ്റ്റിനോട്ട് പോകാം. എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണ്ടേ? 31 × 12. അപ്പോൾ ആദ്യം നമ്മൾ 3 വര ചരിച്ച് വരക്കണമേ. 1 2 3 ക്ലിയർ അല്ലേ? പിന്നെ ഒരു വര അത് അല്പം നീട്ടി വരക്കാം കേട്ടോ, അല്ലെങ്കിൽ പാടായിരിക്കും. 3 വര വെച്ച് പിന്നെ ഒരു വരയല്ലേ, ആ ഒരു വരയും നമുക്കിങ്ങനെ നീട്ടി വരക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു വര അതിങ്ങനെ ചരിച്ച് ഒരു വര വരച്ചു. ഇവിടെ 2 വര ചരിച്ച് വരച്ചു അല്ലേ. 1 ഇങ്ങനെ നിൽക്കുന്നില്ല, പേപ്പർ നമ്മുടെ കൂടെ പോരിയും. 2 വര 1 2 ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു വര ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കണ്ടേ, ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ ഒരു പോയിൻ്റ് 2 ആ 2 നമുക്ക് എഴുതാം. ഇവിടെ ഇത്രയും എത്ര ഉണ്ട്? 1 2 3 4 5 6 പിന്നെ ഇവിടെ 1 6 1 7 അപ്പോൾ 7 എഴുതാം. പിന്നെ ഇവിടെ 1 2 3 372 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ്? എളുപ്പമല്ലേ, രസമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3 ഡിജിറ്റുകൾ നോക്കിയാലോ. 1 1 2 അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഒരു വര ചരിച്ച് വരച്ചു. അടുത്ത ഒന്ന് വീണ്ടും ഒരല്പം അകത്തി നമ്മൾ ചരിച്ച് വരച്ചു. പിന്നെ 2 അപ്പോൾ നമ്മൾ 2 വര നമ്മളിങ്ങനെ ചരിച്ച് വരച്ചു. ഈ 2 വര അടുപ്പിച്ച് വരക്കും. ഇവിടെ 2 അപ്പോൾ നമ്മളിവിടെ 2 വര ഉണ്ടോ, 2 1 2 വര നമ്മൾ അടുപ്പിച്ച് വരച്ചു. പിന്നീട് ഒരു വര ഒരല്പം അകത്തി നമ്മൾ ഒരു വര വരച്ചു. ഇതൊരല്പം നീട്ടാൻ കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വര കൂടെ ഉണ്ട്, ആ ഒരു വര കൂടെ നമ്മളിങ്ങനെ ചരിച്ച് വരക്കും. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻ്റ് 1 1 2 അപ്പോൾ നമുക്ക് 2 എഴുതി വെക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 1 2 3 എഴുതി വെക്കാം. പിന്നെ നോക്കുക, ഇവിടെ 1 ഇവിടെ 1 ഇത്രയും എടുക്കണം. നേരെ പറഞ്ഞ എല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ 1 2 കാണുന്നുണ്ടോ, 3 4 5 6 കിട്ടി ആണല്ലോ. അടുത്തത് ഇവിടെ ഇതും കൂടെ എടുക്കാം. കാണുന്നുണ്ടോ? ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 എഴുതാം. അടുത്തത് ഇതെടുക്കാം. ഇവിടെ എത്ര ഉണ്ട്? 1 2 അതായത് 23,632 എന്ന ആൻസർ കിട്ടും.
അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ, ശരിയാണോ എന്ന്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നിർത്താം. എത്രയാണ് ഒന്ന് നോക്കി, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 213 ഇൻറ്റു 212 കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് 2 ലൈൻ അടുപ്പിച്ച് വരക്കാം, പിന്നെ നമുക്ക് 1 ലൈൻ അകത്ത് വരക്കാം, പിന്നെ നമുക്ക് 3 ലൈൻ അടുപ്പിച്ച് വരക്കാം. അത്ര ഓക്കെ ആണല്ലോ. ഇപ്പോൾ 2 1 3 2 1 3 വരച്ച് കഴിഞ്ഞാൽ അടുത്തത് 212. അപ്പോൾ നമുക്ക് ആദ്യം 2 ലൈൻ ഇങ്ങനെ എടുത്ത് ആദ്യം 2 ലൈൻ അടുപ്പിച്ച് വരക്കാം, പിന്നെ 1 ലൈൻ അടുപ്പിച്ച് അകത്ത് വരക്കാം, പിന്നെ 2 ലൈൻ വരക്കാം. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ വരയൊക്കെ വരച്ചു. ഇനി ഇവിടെ നോക്കുക, ഇത് ഇവിടെ ഒന്ന് തെളിച്ച് വരക്കാം കേട്ടോ. ഇവിടെ വര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 1 2 3 4 5 6 കിട്ടി. അപ്പോൾ ഇത് നമ്മളെടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും, ഇത് ഇവിടെ 2 ഇവിടെ 3 1 2 3 4 5 എഴുതാം. അടുത്തത് നോക്കേണ്ടത് ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട് അല്ലേ. ഈ 11 വരുമ്പോൾ നമുക്കറിയാം, 11 വരുമ്പോൾ 1 നമ്മളിവിടെ എഴുതും അല്ലേ. 1 എഴുതി 1 നമ്മളിവിടെ ഇങ്ങനെ വെച്ചേക്കും. അങ്ങനെയുള്ള പലപ്പോഴും ചെയ്യുന്നത്. ഇനി നോക്കുക, ഇത് ഇവിടെ നേരെയുള്ള എടുക്കാം. 1 2 3 4 ഉണ്ട്. ഇത് ഈ 1 കൂടെ കൂട്ടുമ്പോൾ 5 ആയി അല്ലേ. ഓക്കെ, സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെടുത്തു, ഇത് നമ്മളെടുത്തു. ഇനി ഇവിടെ എത്രയുണ്ട്? 1 2 3 4 എന്ന് കിട്ടും. 45,156. എളുപ്പമല്ല ഈ രീതിയിൽ കണക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കണക്കുകളൊക്കെ ചെയ്യണം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അവർ വരച്ച് ചെയ്യട്ടെ അല്ലേ. കണക്കിനോടുള്ള ഒരു വിരക്തി അല്ലെ കണക്കിനോടുള്ള ഒരു ഇഷ്ടക്കുറവ് മാറുവാനായിട്ട് ഇതേപോലെ വരച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ മാതാപിതാക്കളും അല്ലെങ്കിൽ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇതേപോലെ കൊച്ചു കൊച്ചു സംഖ്യകൾ 2 3 1 ഒക്കെ ഉൾപ്പെടുന്ന കൊച്ചു കൊച്ചു സംഖ്യകളൊക്കെ ഇതേപോലെ പേപ്പറിലൊക്കെ വരച്ച് എഴുതി കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതേപോലെ കൊടുത്തിട്ട് ഇതുപോലെ വരച്ച് അതിൻ്റെ ഉത്തരം കാണാനായിട്ട് പറയണം. അപ്പോൾ കുട്ടികൾ കണക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഓക്കെ.